മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെ വിശ്വാസത്തിൽ വളരുക എന്നുള്ള ടോപ്പിക്കിൽ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. അതിൽ അവസാനത്തെ ഒരു കണ്ടൻ്റാണ് ഫെലോഷിപ്പ്, കൂട്ടായ്മ എന്ന് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രീവിയസ് ആയിട്ടുള്ള യൂട്യൂബ് ചാനലിൽ ഓരോ ദിവസവും ഉണ്ട്. അത് ഓരോന്ന് നിങ്ങൾ എടുത്ത് നോക്കിയാൽ അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് ഫോളോ ചെയ്യാം, നിങ്ങളത് നോട്ട് എഴുതാം, അതുപോലെ അതിനകത്ത് റെഫറൻസസ് വെരിഫൈ ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് പറയുന്ന ഇമെയിൽ ഐ ഡിയിലോ അല്ലെങ്കിൽ അതിൽ പറയുന്ന വാട്സാപ്പ് നമ്പറിലോ നിങ്ങൾ കൊറീസ് നിങ്ങളുടെ സംശയങ്ങൾ എഴുതിയിട്ടാൽ അതിന് ഉത്തരം തരികയും ചെയ്യാം. ഫെലോഷിപ്പ് കൊയിനോണിയ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം കൂട്ടായ്മ എന്നാണ് നമ്മൾ മലയാളത്തിൽ നമ്മൾ സാധാരണ പറയുന്നത്. എന്ന് വെച്ചാൽ ഒരുമിച്ചിരിക്കുന്ന അനുഭവം. എന്തിനാണ് ഈ ഒരുമിച്ചിരിക്കുന്നത് എന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടുന്നിടത്തൊക്കെയും നിങ്ങളുടെ മധ്യേ ഞാനുണ്ട്. എന്തുകൊണ്ടാണ് അത്? 2 പേരിൽ കൂടുതൽ ചേർന്ന് ദൈവത്തോട് പറയുന്നതും ഒരുമിച്ചിരുന്ന് സന്തോഷിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങളാണ് കൂട്ടായ്മയുടെ അനുഭവം. മ്യൂച്വൽ ബെനിഫിഷ്യൽ റിലേഷൻ ബിറ്റ്വീൻ ക്രിസ്ത്യൻസ്, അതാണ് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ. ആദിമസഭയിലേ അതുണ്ടായിരുന്നു. എന്താണ് അവിടെ നടന്നതെന്ന് നമുക്കറിയാം. അവരൊരുമിച്ച് കൂടി, നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ വരുന്നുണ്ട്. എന്നാൽ അതിന് ഉപരിയായിട്ടൊരു എക്സാമ്പിൾ അതിനെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമുക്കറിയാം ഒരു കമ്പ് തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റയ്ക്കിരുന്ന് കത്തിയാൽ ആ കമ്പ് പെട്ടെന്ന് കെട്ടുപോകും. എന്നാൽ 2-3 കമ്പുകൾ ചേർന്നിരുന്ന് തീ കത്തുകയാണെങ്കിൽ ഒരു കമ്പിനകത്ത് തീ കുറയുമ്പോൾ അടുത്ത കമ്പ് അങ്ങോട്ടും ഇമ്പാർട്ട് ചെയ്യും, തീ അതിലേക്ക് കൊടുക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പുകളിൽ നിന്ന് തീ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപിച്ച് അത് ഒരുമിച്ച് കുറേ നേരം കത്തുന്നതായിട്ട് കാണാം. ഒറ്റയ്ക്കൊരു കമ്പിൽ തീ കത്തിയാൽ ആ കമ്പ് പെട്ടെന്ന് കെട്ടുപോകും. എന്ന് പറയുന്ന പോലെ ചേർന്നിരുന്ന് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുകയും നമ്മുടെ ആവശ്യം ദൈവത്തോട് പറയുകയും മറ്റുള്ളവരെ കരുതി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് കർത്താവിനെ പാടി സ്തുതിക്കുകയും സന്തോഷിക്കുകയും അന്യോന്യം സ്നേഹം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന അനുഭവമാണ് കൂട്ടായ്മയുടെ അനുഭവം. മ്യൂച്വൽ ബെനിഫിഷ്യൽ റിലേഷൻ ബിറ്റ്വീൻ ക്രിസ്ത്യൻസ്. യോഹന്നാൻ്റെ സുവിശേഷം 17:23 യേശു പറഞ്ഞിരിക്കുന്ന വാക്യം, ശിഷ്യന്മാരെല്ലാം കൂടെ കൂടിയിട്ട് അവരിയ്ക്കുമ്പോൾ അവസാനം പറഞ്ഞ വാക്യങ്ങളാണിത്. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകമറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരാകേണ്ടതിന് തന്നെ എന്ന് പറയുന്നു. യേശു പരിശുദ്ധാത്മാവും ദൈവവും തമ്മിലുള്ള കൂട്ടായ്മ പോലെ ശിഷ്യന്മാരും അന്യോന്യം ഒരുമിച്ച് അവർ ഒന്നായിട്ടുള്ളൊരു കൂട്ടായ്മ, അത് ആയിരിക്കണം. അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കണം എന്നുള്ളത് യേശു അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ ഉള്ള കാര്യമാണ് ആമോസ് 3:3 ഇങ്ങനെയാണ് പറയുന്നത്, 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? അപ്പോൾ ഒരുമിച്ച് നടക്കാൻ 2 പേർ ഒക്കണം എന്ന് പറയുന്ന പോലെ യൂണിറ്റി ബിറ്റ്വീൻ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, സഹോദരങ്ങളും സഹോദരിമാരും എന്ന് വെച്ചാൽ കർത്താവിൻ്റെ മക്കൾ തമ്മിലുള്ള യൂണിറ്റി, അതാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. 2 കൊരിന്ത്യർ 6:16 നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുതെന്ന് പറയുന്നുണ്ട്. എന്നാൽ വിശ്വാസികളുടെ തമ്മിലുള്ള യൂണിറ്റിയാണ് കൂട്ടായ്മ. 1 യോഹന്നാൻ 1:3 ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ കണ്ടതും കേട്ടതും ഉള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടത് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ ക്രിസ്തുവിനോടും ആകും. അതിന് ദൈവത്തോടുള്ള കൂട്ടായ്മ പോലെ തന്നെ മനുഷ്യരോടും നമുക്ക് കൂട്ടായ്മ ഉണ്ടാകണം. യൂണിറ്റി ബിറ്റ്വീൻ ബ്രദേഴ്സ് ആൻഡ് അതുപോലെ തന്നെ ഫെലോഷിപ്പ് ബിറ്റ്വീൻ ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്, അവരോടും കൂട്ടായ്മ ഉണ്ടാകണം. 1 യോഹന്നാൻ 1:6-7 വാക്യങ്ങൾ അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഫോഷ്ക്ക് പറയുന്നു. ഫെലോഷിപ്പ് വിത്ത് ഗോഡ് ആൻഡ് വിത്ത് വൺ അനദർ. അന്നേരം മറ്റവരോട് കൂട്ടായ്മ ഉള്ളതുപോലെ തന്നെ ദൈവത്തോടും കൂട്ടായ്മ ഉണ്ടാവണം.
ഈ കൂട്ടായ്മയുടെ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. 1 തെസ്സലോനിക്കർ 5:11 ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്ന പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയ വർധന വരുത്തിയും പോരുവിൻ. ഒരുമിച്ചുള്ള കൂട്ടായ്മയിലാണ് പ്രബോധനവും ആത്മീയവർദ്ധനവും ഒക്കെ വരുന്നത്. അതുകൊണ്ട് മറ്റുള്ള കൂട്ടായ്മകളിൽ നിന്ന് വ്യത്യസ്തമായ കൂട്ടായ്മയാണ് ക്രിസ്തീയ കൂട്ടായ്മ. മറ്റുള്ള കൂട്ടായ്മകൾ നമുക്കറിയാമല്ലോ, എന്തൊക്കെയാണ് കൂട്ടായ്മകളെന്ന് നമുക്കറിയാം. അതിൽ നിന്ന് വ്യത്യസ്തമായ കൂട്ടായ്മയാണ് ക്രിസ്തീയ കൂട്ടായ്മ. ഈ കൊതിയും ചൊണ്ണയും പറയാനും അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ ഒരുമിച്ച് നിന്ന് മദ്യപിക്കാനും അങ്ങനെയൊക്കെയുള്ളൊരു കൂട്ടായ്മയുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്. സൊറ പറഞ്ഞിരിക്കുകയും ചീട്ട് കളിക്കുകയും ഒക്കെ ചെയ്യുന്ന കൂട്ടായ്മയൊന്നും അല്ല ഈ പറയുന്നത്. ഈ പറയുന്ന കൂട്ടായ്മ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ഗോഡ് ഓർഡൈൻഡ് ആയിട്ടുള്ളതാണ്. ദൈവം അങ്ങനെയാണ് പറഞ്ഞത്, ദൈവവും അങ്ങനെയാണ് ചെയ്തത്. 6 ദിവസം അധ്വാനിക്കുക, 7-ാം ദിവസം ദൈവത്തിനുള്ളത്. അന്ന് കൂട്ടായ്മ ആചരിക്കാനായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവോട് കൂടിയാണ് ദൈവം കൽപ്പനകൾ വരെയും തന്നത്. അപ്പോസ്തല പ്രവൃത്തി 2:42 യെരുശലേം സഭ എങ്ങനെയാണ് ഒരുമിച്ച് കൂടിയെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥനയും കഴിച്ചു പോന്നു. രാവിലത്തെ ഉള്ള ആക്ടിവിറ്റീസ് ഇതൊക്കെയാണ്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക. ഇപ്പം അപ്പോസ്തലന്മാരില്ലല്ലോ അങ്ങനെ ഉപദേശം പറയാൻ. ഇപ്പം ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുക, കൂട്ടായ്മ ആചരിക്കുക. കൂട്ടായ്മ ആചരിക്കുക എന്ന് പറയുമ്പോൾ അന്യോന്യമുള്ള ഫെലോഷിപ്പ് ആൻഡ് ലവ്. അപ്പം നുറുക്കി എന്ന് ഇവിടെ പറയുന്നത് കമ്മ്യൂണിയൻ, തിരുവത്താഴ ശുശ്രൂഷ. ദൈവം നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ഓർമ്മയ്ക്കായിട്ട് അവൻ്റെ ശരീരവും അവൻ്റെ രക്തവും, ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്ന അപ്പം നുറുക്കിയുള്ള ശുശ്രൂഷ. പ്രാർത്ഥന കഴിക്കുക, അന്യോന്യം ഉള്ള ആവശ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂട്ടായ്മയിലായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് കൂട്ടായ്മ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്നാണ് ഈ തരുണത്തിൽ പറയാനുള്ളത്. കൂട്ടായ്മ നമ്മൾ അതിൻ്റെ സീരിയസ്നെസ്സിൽ അത് ചെയ്യാനായിട്ട് ആദിമസഭ ചെയ്തതുപോലെ തന്നെ ഇപ്പോഴും നമ്മൾ ചെയ്യാനായിട്ട് നമ്മളെ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 24-ഉം 25-ഉം വാക്യങ്ങൾ ഈ തരുണത്തിൽ വായിക്കണം എന്നാഗ്രഹിക്കുന്നത്. ഇത് പ്രധാനപ്പെട്ടൊരു വാക്യമാണ്. എബ്രായർ 10:24-ഉം 25-ഉം നമുക്ക് സ്ക്രീനിൽ കാണാം. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചും കൊണ്ട് സ്നേഹത്തിനും സകല പ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാവുന്നു. കൂട്ടായ്മയുടെയും സഭായോഗങ്ങളുടെയും ഇമ്പോർട്ടൻസിനെ കുറിച്ച് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ സ്പെസിഫിക്കായിട്ട് പറയുന്നൊരു കാര്യമാണ്. സഭായോഗങ്ങൾ ഒരിക്കലും ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. അതിനകത്ത് ചെയ്യേണ്ടത് എന്താണ്? അന്യോന്യം പ്രബോധിപ്പിക്കണം. എനിക്ക് ദൈവം ഇന്ന് വെളിപ്പെടുത്തി തന്നു, എൻ്റെ ക്വയറ്റ് ടൈമിൽ ദൈവം എന്നോട് വെളിപ്പെടുത്തി തന്നത് ഞാൻ പറയുന്നു, അത് നിനക്ക് സ്നേഹത്തിനും സൽപ്രവൃത്തിക്കും ഉത്സാഹം വർദ്ധിക്കാനും ഇത് അന്യോന്യം സൂക്ഷിച്ചോളൂ. ഇത് ഒരിക്കൽ ചെയ്ത് നിർത്താനല്ല, നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അധികമായും ചെയ്യണം. ആഴ്ചയിൽ ഒരിക്കൽ പോയി ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു ചർച്ചിൽ പോയി അത് ചെയ്ത് നിർക്കുക എന്നുള്ളതല്ല, അത് കൂടുതലായിട്ട് ചെയ്യുകയും കൂടുതലായിട്ട് കൂട്ടായ്മ ആചരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ഇനിയും ഈ കൂട്ടായ്മയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇതിൻ്റെ കണ്ടൻറ്റ്, ഇതിൻ്റെ അകത്ത് റിസൾട്ട് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇത് പ്രധാനമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഇതിനകത്ത് കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ഒരുമിച്ച് കൂടി നേരത്തെ പറഞ്ഞു പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. പ്രേയിങ് ടുഗദർ, ഒരുമിച്ച് കൂടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. 1 തെസ്സലോനിക്കർ 5:25, ഫിലിപ്പിയർ 1:3-4 ഇതെല്ലാം തന്നെ പ്രാർത്ഥിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രേയിങ് ഫോർ ദ നീഡ്സ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഫലിക്കുന്നു. പ്രാർത്ഥിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ ഒരു കമാൻഡാണ്. മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാനായി, അതുപോലെ കഷ്ടത വരുമ്പോൾ പ്രാർത്ഥിക്കാനായിട്ട്, അതുപോലെ പരീക്ഷകൾ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കാനായിട്ട്, രോഗങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കാനായിട്ട്. പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒത്തിരി ക്ലാസ്സുകൾ പ്രാർത്ഥനയെക്കുറിച്ച് എടുത്താണ്. നിങ്ങൾ അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ എൻ്റെ പഴയ എപ്പിസോഡുകളിൽ പോയാൽ അതിനെക്കുറിച്ച് അറിയാം. പ്രാർത്ഥിക്കാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കൂട്ടായ്മയിൽ നമ്മളെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത് ഉള്ളത് അന്യോന്യം ശുശ്രൂഷിക്കുക എന്നുള്ളത്. കൊലോസ്യർ 4-ാം അധ്യായത്തിൽ ഒനോസിമോസിനെ അയക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു.
അവരുടെ വിശേഷങ്ങൾ അറിയാനായിട്ടും ഒക്കെ. അതുപോലെ ഫിലിപ്പിയർ 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, 1-ാം നാൾ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. ഈ മിഷൻ ഓഫ് ദ ചർച്ചിൻ്റെ മിഷനകത്ത് കൂട്ടായ്മയുടെ സുവിശേഷ ഘോഷണത്തിനും കൂട്ടായ്മയ്ക്കുമുള്ള അതിനുള്ള റോള്, കൂട്ടായ്മ എത്ര പ്രാധാന്യമാണ് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് ട്രൂ ഫെലോഷിപ്പ് മീൻസ് സെർവിങ് വൺ അനദർ. അതുകൊണ്ട് അന്യോന്യം സെർവ് ചെയ്യുന്നതാണ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ സെർവിങ് നോട്ട് ഓൺലി ദ പീപ്പിൾ ഇൻസൈഡ് ബട്ട് ആൾസോ ദ പീപ്പിൾ ഔട്ട്സൈഡ്. പുറത്തുള്ളവരെ, കമ്മ്യൂണിറ്റിയിലുള്ളവരെയും കമ്മ്യൂണിറ്റിക്ക് പുറത്തുള്ളവരെയും നമ്മൾ ശുശ്രൂഷിക്കുന്നു. കൂട്ടായ്മ കമ്മ്യൂണിറ്റിയിൽ ഉള്ളവരാണെങ്കിലും ആ കൂട്ടായ്മയിൽ നമ്മൾ യേശുക്രിസ്തു പറഞ്ഞ പോലെ നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചവും ലോകത്തിൻ്റെ ഉപ്പും ഒക്കെ ആയിട്ട് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ആ കർത്താവിൻ്റെ ഫെയ്ത്ത്, വിശ്വാസം നമ്മൾ പ്രകടമാക്കുമ്പോഴേ അനേകം ആളുകൾ ഈ സേവിങ് ഫെയ്ത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. നിങ്ങളുടെ കൂട്ടായ്മയെ കണ്ട് മനോഹരത കണ്ടിട്ട് അവർ കർത്താവിനെ സ്തുതിക്കാനായിട്ടും കർത്താവിലേക്ക് വരാനായിട്ടും ഇടവരും എന്നുള്ളതാണ്. അപ്പോൾ പ്രേയിങ് ടുഗദർ 1, രണ്ടാമത് സെർവിങ് ടുഗദർ 1. മൂന്നാമത്തെ കൂട്ടായ്മയുടെ ആവശ്യം എന്ന് പറയുന്നത്, കൂട്ടായ്മയുടെ മീനിങ് എന്ന് നമ്മൾ ചിന്തിക്കുന്നത്, ഒന്ന് കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുക, സഫർ ടുഗദർ ആൻഡ് കംഫർട്ട് ടുഗദർ. സഹിക്കുകയും ആശ്വാസം ഒരുമിച്ചാകുകയും ചെയ്യുക. അനേകം ആളുകൾ സുവിശേഷത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരുണ്ട്. ഫിലിപ്പിയർ 3:10 പറയുന്നത് കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ. പൗലോസ് പറയുന്നതാണ് കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ. അതുപോലെ തന്നെ ആശ്വാസം, നമുക്ക് ആശ്വാസം, കഷ്ടപ്പെടുന്നവരോട് ആശ്വസിപ്പിക്കുക. ഒരാളൊരു കഷ്ടത്തിൽ കൂടി കടന്നു പോയെങ്കിൽ അതിൽ ദൈവം കൊടുത്ത ആശ്വാസം മറ്റേയാളോട് ഷെയർ ചെയ്യുമ്പോഴേ അയാൾക്ക് ആ കംഫർട്ട് വന്നു ചേരും എന്നുള്ളത്. 1 തെസ്സലോനിയൻസ് 4:18 ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഈ വചനങ്ങളെ കൊണ്ട് ആശ്വസിപ്പീൻ. ഈ വചനങ്ങൾ, കർത്താവിൻ്റെ വചനം അല്ലെങ്കിൽ ദൈവം സംസാരിച്ച വചനം നമുക്ക് ആശ്വാസത്തിന് കാരണമായി തീരും എന്നുള്ളത്. അതിൻ്റെ ഫെലോഷിപ്പിൽ കഷ്ടത ഒരുമിച്ച് കഷ്ടത അനുഭവിക്കുമ്പോഴേ നമുക്കൊരു ധൈര്യവും ഒരു സപ്പോർട്ടും അതുപോലെ മറ്റുള്ളവരിൽ ഒരു ആശ്വാസവും വരും എന്നുള്ളത്. പ്രേ ടുഗദർ, സെർവ് ടുഗദർ, സഫർ ആൻഡ് കംഫർട്ട് ടുഗദർ. അടുത്തത് ബെയർ വൺ അനദർ ബർഡൻ. തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ. ഇത് ഗലാത്യർ 6:2 പറയുന്നതാണ്. തമ്മിൽ ഭാരങ്ങളെ ചുമക്കുകയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. നമ്മൾ കൂട്ടായ്മയിൽ അന്യോന്യം നേരത്തെ പറഞ്ഞ പോലെ സഫർ ചെയ്യുകയും കംഫർട്ട് ചെയ്യുകയും ചെയ്യാൻ, അതുപോലെ ഭാരങ്ങളെ ചുമക്കുകയും ചെയ്യുന്ന ഒരനുഭവം, അത് കൂട്ടായ്മയുടെ ഒരു അനുഭവമാണ് നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകേണ്ടത്. യേശു നമ്മളെ കൂട്ടിച്ചേർത്താണ് കൂട്ടായ്മയിൽ കൂടി. കാരണം എല്ലാവരുടെയും ഒബ്ജക്റ്റീവ് ഒന്നാണ്, കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരും കർത്താവ് രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയവരുമായ നമ്മൾ കർത്താവിൻ്റെ ആ ഫെലോഷിപ്പിൽ അന്യോന്യം കരുതുകയും അന്യോന്യം സ്നേഹിക്കുകയും ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് മറ്റവരുടെ ഭാരങ്ങൾ നമ്മൾ ചുമക്കണം. കൂട്ടായ്മയിൽ നടക്കുന്ന, അപ്പോൾ ഒരാൾക്കൊരു ആവശ്യം വന്നു, പ്രത്യേകിച്ചൊരു ആവശ്യം, ഫൈനാൻഷ്യലായിട്ടൊരു ആവശ്യം വന്നു, കൂട്ടായ്മയിലുള്ള വേറൊരാളെ സഹായിക്കുന്നു. വേറൊരാളൊരു വീട് പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അയാൾ ചില ഫണ്ടിന് കുറവുണ്ട്, അന്നേരം കൂട്ടായ്മയിൽ നിന്ന് അവരെ സഹായിക്കുന്ന കാര്യങ്ങൾ. അതുപോലെ ഒരു മെഡിക്കൽ നീഡ് വന്നു, കൂട്ടായ്മയിൽ കൂടി സഹായിക്കുന്നത്. അതാണ് ബെയർ വൺ അനദർ ബർഡൻ. മറ്റുള്ളവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കുന്ന ഒരു കൂട്ടായ്മയിൽ കൂടിയാണ്. കൂട്ടായ്മയുടെ അനുഭവത്തിലാണ് അടുത്ത റിജോയ്സ് ടുഗദർ, ഒരുമിച്ച് സന്തോഷിക്കുക. റോമർ 12:15 സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുകയും കരയുന്നവരോട് കരയുകയും ചെയ്യുവീൻ എന്ന് പറയും. ദുഃഖം വരുമ്പോൾ അവരോട് കൂടെ ഇരിക്കുക, സന്തോഷിക്കുമ്പോൾ അവരോട് കൂടെ ഇരുന്ന് സന്തോഷിക്കുക. റിജോയ്സ് ടുഗദർ, കൂട്ടായ്മയുടെ അനുഭവത്തിലാണ് ഒറ്റയ്ക്കിരുന്ന് കരയുന്നാൽ ആരാണ് നമ്മളെ ആശ്വസിപ്പിക്കുന്നത്? ഒറ്റയ്ക്കിരുന്ന് സന്തോഷിച്ചാൽ നമുക്ക് എന്തോ സന്തോഷമാണ് വരുന്നത്. എല്ലാവരോടും ഒരുമിച്ചിരുന്ന് സന്തോഷിക്കുകയും ഒരുമിച്ച് പ്രയാസങ്ങൾ വരുമ്പോൾ ഒരുമിച്ച് കരയുകയും ചെയ്യുന്ന അനുഭവം, അതാണ് അടുത്ത കൂട്ടായ്മയുടെ അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടായ്മയുടെ ആ എസൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്ന് പറഞ്ഞത്, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് ശുശ്രൂഷിക്കുക, അതുപോലെ സഫർ ചെയ്യുകയും കംഫർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ഒരുമിച്ചാകുക, അന്യോന്യം ഓരോരുത്തരുടെ ബേർഡൻ നമ്മൾ ഏറ്റെടുക്കുക, അതുപോലെ റിജോയ്സ് ടുഗദർ, ഒരുമിച്ച്
സന്തോഷിക്കുകയും ഒരുമിച്ച് കരയുകയും ചെയ്യുക. ഇതൊക്കെയാണ് കൂട്ടായ്മയുടെ പ്രധാനമായിട്ടുള്ള കണ്ടൻറ്റ്. എന്നാൽ നമുക്കറിയാം, നമ്മുടെ സഭായോഗങ്ങളിൽ നമ്മൾ ചെയ്യാനായിട്ട് ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്ന ദൈവവചനം പഠിക്കണം, ക്രിസ്തുവിൽ വളരണം, അതുപോലെ ദൈവം പറഞ്ഞ കമാൻഡുകൾ അനുസരിക്കണം. ഇതെല്ലാം നമ്മൾ സഭായോഗങ്ങൾ ചെയ്യേണ്ടതാണ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നമ്മുടെ ഇന്നത്തെ ഇത് അവസാനിക്കുക. കൂട്ടായ്മ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതുകൂടെ ഉണ്ടല്ലോ, കൂട്ടായ്മ നടത്തണമെന്ന് പറയും. കൂട്ടായ്മ നമ്മൾ പാടില്ലാത്ത ചില കാര്യങ്ങൾ പെട്ടെന്നത് പറഞ്ഞ് അത് തീർക്കാം. ഒന്ന്, പിശാചുമായിട്ട് ഒരു കൂട്ടായ്മയും പാടില്ല. 1 കൊരിന്ത്യർ 10:20 പിശാചുമായിട്ട്, ഡെവിളും അവൻ്റെ മക്കളുമായിട്ടൊന്നും ഒരു കൂട്ടായ്മയും പാടില്ല. ഡെവിളിഷായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നവരെ അവർ ചെയ്യുന്ന അതിനുമായിട്ട് നമ്മൾ കൂട്ടായ്മ. രണ്ടാമത്, ഇരുട്ടിൻ്റെ പ്രവൃത്തികളുമായിട്ട് യാതൊരു കൂട്ടായ്മയും പാടില്ല. എഫേസ്യർ 5:11 പറയുന്നു, ഇരുട്ടിൻ്റെ പ്രവൃത്തികളുമായിട്ട് യാതൊരു കൂട്ടായ്മയും പാടില്ല. 3, അവിശ്വാസികളുമായി നിങ്ങൾ കൂട്ടായ്മ പാടില്ല. 2 കൊരിന്ത്യർ 6 നേരത്തെ പറഞ്ഞാണ് 14 അവിശ്വാസികളുമായി നമ്മൾ കൂട്ടായ്മ പാടില്ല. ഇങ്ങനെയുള്ള ഈ 3 കാറ്റഗറി. കാരണം എന്താണ്, ഇതെല്ലാം എങ്ങോട്ടാണ് നമ്മളെ നയിക്കുന്നത്? പിശാചും അവൻ്റെ പ്രവർത്തനത്തിലേക്ക് നമ്മളെ നയിക്കും. അതുകൊണ്ട് അവരുമായിട്ട് കൂട്ടായ്മ പാടില്ല. അതുകൊണ്ട് നമ്മളെ കൂട്ടായ്മ കർത്താവിൻ്റെ പറഞ്ഞ അനുസരിച്ച് 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ മധ്യത്തിലുണ്ട്. അതായത് ദൈവത്തിൻ്റെ പ്രസൻസോട് കൂടിയുള്ള കൂട്ടായ്മയാണ് നമുക്ക് ആവശ്യം. അത് വേറൊന്നുമല്ല, നമ്മുടെ എഡിഫിക്കേഷൻ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട്, നമ്മൾ അന്യോന്യം ശുശ്രൂഷിപ്പാനായിട്ട്, നമ്മൾ മറ്റുള്ളവരെ കരുതുവാനായിട്ട്, അവരെ കംഫർട്ട് ചെയ്യാനായിട്ട്, ഓരോരുത്തരുടെ ആവശ്യങ്ങൾ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അതുപോലെ സന്തോഷിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് കൂട്ടായ്മ. ഇത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. കൂട്ടായ്മ ഇല്ലാത്ത ജീവിതം വരുമ്പോൾ പലപ്പോഴും മുരടിച്ചു പോകുന്നതായിട്ട് കാണാം, അല്ലെങ്കിൽ ബാക്ക് സ്ലൈഡ് ചെയ്തു പോയി കെട്ടുപോകുന്നതായിട്ട് കാണാം. അതുകൊണ്ട് കൂട്ടായ്മ ഏറ്റവും ആവശ്യമായിട്ടുള്ളതാണ്. അത് ഉപേക്ഷയായി വിചാരിക്കരുത്. അതാണ് സഭായോഗങ്ങൾ ഒരിക്കലും ഉപേക്ഷയായി വിചാരിക്കരുത്. നാൾ തോറും അത് കൂടുതലായി ചെയ്യുവീൻ എന്ന് എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നു. ഞാൻ പറഞ്ഞത് ഇവിടെ കൺക്ലൂഡ് ചെയ്തു. ഞാൻ ആദ്യമേ പറഞ്ഞതാണ് നമ്മൾ ബൈബിള് പഠിക്കേണ്ട കാര്യവും അതുപോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം. അവസാനം കൂട്ടായ്മയിൽ കൊണ്ടുവന്ന അവസാനം ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ച. ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ രീതിയിൽ ക്രിസ്തീയ ജീവിതം വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാനും സാധ്യമാണ്. തീർച്ചയായും നിങ്ങൾക്കിത് അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും നമ്മൾ തുടർന്നും അടുത്ത പോയിന്റിലേക്ക് അടുത്ത ദിവസം കയറും. നമ്മൾ ഫെയ്ത്ത് സീരീസിലാണല്ലോ വരുന്നത്. ആദ്യം ക്രിസ്തുവിൽ ജനിക്കുക എന്ന് പറഞ്ഞു, രണ്ടാമത് ഉള്ള സീരീസായിരുന്നു ക്രിസ്തുവിൽ വളരുക എന്നുള്ളത്. ഇനി അടുത്ത സീരീസായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിൽ വേല ചെയ്യുക എന്നുള്ള സീരീസാണ്. അത് തുടർന്നുള്ള ദിവസങ്ങൾ നമുക്ക് കാണാം. അതിൽ ഒരുപാട് ബേസിക്കായിട്ടുള്ള പല ബൈബിൾ ഡോക്ട്രിൻസ് നമ്മൾ പറയും. ഇത് നിങ്ങൾ കാതോർത്തിരിക്കണം. എല്ലാ ദിവസവും 9 തൊട്ട് 10 വരെയുള്ള ദിവസങ്ങളിലുണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് നമുക്ക് വലിയ അനുഗ്രഹമായി തീരും. ഇത് നമ്മുടെ ജീവിതത്തിൽ വളർച്ചയ്ക്ക് കാരണമായി തീരും. ഞാൻ പ്രാർത്ഥിക്കാനുള്ള സമയമാണല്ലോ, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ളവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെ നിങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന ആ രോഗത്തിനുള്ള വിടുതൽ ദൈവം തരും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ അവരെ അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ വലിയ വേല കർത്താവെ അവരുടെ ജീവിതത്തിൽ കൂടി കർത്താവെ തികയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടായ്മയെക്കുറിച്ചാണല്ലോ പ്രാർത്ഥിച്ചത്. ഒറ്റയ്ക്ക് ഇരിക്കുന്നവരെ, കൂട്ടായ്മ ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥകൾ ഉള്ള ചിലരുണ്ടല്ലോ, അവർക്കൊക്കെ കർത്താവെ ആരെങ്കിലും ഒരാൾ, വിശ്വാസിയായിട്ടുള്ള ഒരാൾ കൂട്ടായ്മയിൽ കർത്താവിനോട് പങ്കുചേരുവാനായിട്ട് ഈ ദിവസങ്ങൾ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 2 പേരെങ്കിലും കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവം കർത്താവെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ രോഗികളായി ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതൊക്കെ രോഗമായാലും അതിൽ നിന്നൊക്കെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിൻ്റെ വാലിലുള്ള ചില തകരാറുകളെ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയൊരു റീക്രിയേഷൻ അവിടെ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡോക്ടർമാർ പറ്റില്ല എന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ കർത്താവെ അത് ഇനിയും നടക്കില്ല, സർജറിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ കാര്യങ്ങൾ കർത്താവെ അതൊക്കെ മാറിപ്പോകട്ടെ. നീ ഒരു അത്ഭുതം, ഒരു മിറക്കിൾ, ഒരു ക്രിയേറ്റീവ് മിറക്കിൾ വിശ്വാസത്തിൻ്റെ അടയാളമായി അവരുടെ ജീവിതത്തിൽ ചെയ്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാ കർത്താവ് ബ്ലഡ് സർക്കുലേഷനൊക്കെ സ്റ്റോപ്പായിരിക്കുന്ന കേസുകളിൽ അതൊക്കെ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. വലിയൊരു വിടുതൽ ഈ ദിവസങ്ങളിൽ അവരുടെ ജീവിതങ്ങൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ ശുശ്രൂഷിക്കുന്ന ചില രോഗികളെ കർത്താവ്
ശുശ്രൂഷിക്കുന്ന ചില ആളുകളെ കാണിച്ചു തരുന്നല്ലോ കർത്താവെ. അവർക്കും വേണ്ട ദൈവകൃപ കൊടുക്കണമേ കർത്താവെ. രോഗികളെ ശുശ്രൂഷിക്കാനുള്ള കൃപ ഈ ദിവസങ്ങളിൽ അവരിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രാർത്ഥിച്ച വിഷയങ്ങളെല്ലാം നീ ഉത്തരം തരുന്നോർത്ത് സ്തോത്രം. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് കണ്ടവരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ വാട്സാപ്പ് നമ്പറിൽ നിങ്ങളെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.